ധന്യമേ ജീവിതത്തില് കുറച്ച് ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത്. ഗൗരവമുള്ള വിഷയങ്ങൾ മുഴുവൻ കഥകൾ ഉണ്ടാക്കി പറയുകയാണല്ലോ ചെയ്യുന്നത് ആചാര്യന്മാര്. അതിന്റെ കാരണം എപ്പോ ഗൗരവത്തിലേക്ക് കടക്കുന്നു ആളുകളെ ശ്രദ്ധിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. എന്താ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാവുകയില്ല. ടൈം ട്രാവൽ എന്നൊരു വിഷയമുണ്ട്. ടൈം ട്രാവൽ സമയവുമില്ല ദൂരവുമില്ല, ഇല്ലാത്തതാണ്. റെക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അമേരിക്ക മുതൽക്ക് പല സ്ഥലത്തു നിന്നും ആളുകൾ വിളിക്കാറുണ്ട്, താങ്കൾ റെക്കി ചെയ്യണം. ഒരു പരസ്യം കൊടുക്കാതെ ഒന്നും ഉണ്ടാതെ റെക്കി ചെയ്യുമ്പോ നോക്കും, നിമിത്തങ്ങൾ നോക്കിയാൽ ഇത് ശരിയാവുമോ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാറ്റിമറിക്കാനൊന്നും റെക്കി മാസ്റ്റർക്ക് കഴിയില്ല. ഇത് ശരിയാവില്ല, ബലിക്കോ ഇല്ലയോ എന്നുള്ള ആദ്യം മനസ്സിലാവും. പക്ഷെ അതിനോടൊന്നും പറയില്ല. രാത്രി 9 മണിക്ക് റെക്കി ചെയ്തോളാന്ന് പറയും. വിമാനത്തിൽ 11 മണിക്കൂർ ഇരുന്നിട്ട് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് എങ്ങനെ റെക്കി തരംഗങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നു? ഉത്തരം ഈ ഫോൺ വന്നപ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാക്കിയത്. മെസ്സേജ് അയക്കാൻ 1 സെക്കൻഡ് മതി, വിരലൊന്ന് അമർത്തിയാൽ മതി. വിരലൊന്ന് അമർത്തിയാൽ മതി, മെസ്സേജ് അവിടെ കിട്ടി. അപ്പൊ സമയം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പമാണ് സമയം. ദൂരമോ സ്പേസ് ഇല്ലാത്തതാണ്. പണ്ടത്തെ കഥകളിലൊക്കെ പറഞ്ഞ സ്പേസ് കൊണ്ടൊന്നുമില്ല എന്നല്ലോ ശങ്കരാചാര്യർ പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാമെങ്കിൽ ശരി, മനസ്സിനറിയാത്തതുകൊണ്ട് ക്ഷേത്രം സ്ഥാപിച്ചു. ശങ്കരാചാര്യരുടെ ഗ്രന്ഥങ്ങൾ വീണ്ടും വീണ്ടും വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ ഈ ശങ്കരാചാര്യർ എന്തിനാ ക്ഷേത്രം സ്ഥാപിച്ച്? നമുക്ക് ക്ഷേത്രം ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇടയ്ക്കിടയ്ക്ക് മൂകാംബി പോക്കുണ്ടെങ്കിലും എന്തിനങ്ങോട്ട് പോകണം? ഇവിടെ ഇരുന്നാ പോലെ. സ്പേസ് ഉണ്ടോ? തിരുവണ്ണാമലയുടെ മുഴുവൻ ഐതിഹ്യത്തിലും നിങ്ങൾ അവിടെ നിന്ന് സ്മരിച്ചാൽ മതി. ഇതിന്റെ കഥാരൂപമാണ് കാളിയനെ ഗരുഡന് കണ്ടുകൂടാന്ന് പറഞ്ഞ അർത്ഥം. ഗരുഡൻ എന്തെങ്കിലും വിരോധം ഉണ്ട് എന്നല്ല. ടൈം ആൻഡ് സ്പേസ് ഗരുഡന് ബാധകമല്ല. കൃഷ്ണൻ തന്നെ പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്ത കഥയുണ്ടല്ലോ. വളരെ ദൂരത്തുനിന്ന് ഓടി വരേണ്ടി വന്നു. ഇത്ര വൈകിയന്റെ കാര്യം തന്നെ കൃഷ്ണൻ പറഞ്ഞത് ദ്വാരകാവാസി എന്നൊക്കെ വിളിച്ചോണ്ടാണ്. അപ്പൊ അവിടുന്ന് വരണ്ടേ? ഹൃദയവാസി എന്ന് വിളിച്ചപ്പോ എന്തായി? ഹൃദയവാസിയാണ്. നാഗ എനർജി, ഗരുഡ എനർജി രണ്ട് ഉണ്ട്. നാഗ എനർജി, ഇവിടെ നാഗ എന്ന് പറഞ്ഞാൽ കോയിൽ രൂപത്തിലാണ് എനർജി നിൽക്കുന്നത്. 3.5 ചുറ്റാണ്. കുണ്ടലിനി ശക്തി 3.5 ചുറ്റിലാണ് കിടക്കുന്നത്. അത് അവിടുന്ന് ഉയർന്നു വരികയാണ് വേണ്ടത്. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഭൗതികമായിട്ട് കാണുന്നൊക്കെ നാഗ എനർജി ആണ്. ഗരുഡ എനർജിക്ക് ടൈമും ഇല്ല, സ്പേസും ഇല്ല. ഈ നാഗ എനർജിയുടെ ഒരു ഭാഗമാണ് അനന്തന്റെ അവതാരമാണെന്ന് പറയുന്ന ലക്ഷ്മണൻ. ലക്ഷ്മണൻ ടൈമാണ്. ഭൂതവും ഭാവിയും വർത്തമാനമൊക്കെയുള്ള ടൈമാണ്.
അങ്ങനെ ടൈം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാകണമെങ്കിൽ ടൈമില്ലാത്ത ഒരവസ്ഥയും ഉണ്ടാവണമല്ലോ. നിരത്തിലൂടെ വാഹനം ഓടിയാൽ അതിന്റെ അർത്ഥം നിരത്ത് ഓടുന്നില്ല എന്നല്ലേ. നിരത്തും ഓടുകയാണെങ്കിൽ വാഹനം ഓടാൻ പറ്റുമോ? അപ്പൊ ഈ ടൈമുണ്ട്. ആ ടൈമുള്ള നാം ഇന്ന് കാണുന്ന ടൈം എന്ന് പറഞ്ഞതിന്റെ ഭാഗത്തിന്റെ കഥാരൂപമാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ ഉണ്ടെങ്കിൽ ശ്രീരാമൻ ഇനി ഇരിക്കാൻ പറ്റുമോ? നമ്മളാകുന്ന രാമന്റെ പുറത്ത് ടൈം ഉണ്ടാകണം. ഇക്കാരണം കൊണ്ടാണ് വനവാസത്തിന് പോയപ്പോ ലക്ഷ്മണനെ കൂടെ കൂട്ടിയത്. ലക്ഷ്മണനില്ലാതെ രാമന് നിൽക്കാൻ പറ്റില്ല. ആ കഥയുടെ അവസാനം ലക്ഷ്മണൻ നഷ്ടപ്പെട്ടതോടുകൂടി രാമൻ തീർന്നില്ലേ. നമ്മൾ സമയം തീർന്നു, കാലം തീർന്നു എന്ന് പറയാറില്ലേ. ആ ടൈം അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചലമായ ഒരവസ്ഥ ഉണ്ടാവണം. സമയത്തിന് ബോധവുമില്ല, ഭാവിയില്ല, വർത്തമാനമില്ല. ആ അവസ്ഥയാണ് ഊർമിള പ്രതിനിധീകരിക്കുന്നത്. കുറച്ച് കനത്ത വിഷയമായതുകൊണ്ട് ഊർമിളയെ കൊണ്ടുപോയില്ല കാരണത്തിലേക്ക്. ഊർമിള സ്ത്രീയല്ലേ, എനിക്കിഷ്ടം ഊർമിളയാണ്. മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന എനിക്ക് ലക്ഷ്മണനേക്കാൾ ഇഷ്ടം ഇതൊന്നും അറിഞ്ഞിട്ടല്ല പറഞ്ഞവര്. ഇവിടെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. ഇതാണ് ഊർമിള. ലക്ഷ്മണൻ വനവാസം കഴിഞ്ഞ് വന്നപ്പോ ചോദിച്ചു, ഊർമിള ഞാൻ വന്നിരിക്കുന്നു. ഇവിടുന്ന് പോയിരുന്നോ? എന്താ അതിന്റെ അർത്ഥം? നിശ്ചലാവസ്ഥയ്ക്ക് ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ഭൗതിക സമയവുമായിട്ട് ബന്ധമില്ല. ഇതുപോലെ തന്നെയാണ് ഗരുഡ എനർജി, അതും നാഗ എനർജിയും കൂടിയിട്ട് അങ്ങനെ കൂട്ടിമുട്ടില്ല. അങ്ങനത്തെ ചില പോയിന്റുകളുണ്ട് ഗരുഡ എനർജി വരാത്ത. അതാണ് കാളിന്തി. അവിടെ കാളിയൻ വസിച്ചു. കാളിയന് പേടി, ഗരുഡൻ. ഇവിടെ പേടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മള് പാമ്പിനെ പേടി, പുലിയെ പേടി എന്നുള്ള അർത്ഥത്തിലല്ല. രണ്ടും കൂടി മാച്ചായി പോവില്ല. അങ്ങോട്ട് ഗരുഡൻ വരില്ല. ഗരുഡന്റെ വിഷയമല്ല കൃഷ്ണൻ, പരമാത്മാവ്. അവിടെ കാളി നീ ദുരിതമായപ്പോ, വിഷം ചീറ്റൽ തുടങ്ങിയപ്പോൾ, ആകാശത്ത് കൂടെ പറക്കുന്ന പക്ഷികള് വിഷം തീണ്ടി ചത്തു വീഴ് തുടങ്ങിയപ്പോ ഇപ്പൊ തന്നെ തീർത്തലയെന്ന് പറഞ്ഞ് കൃഷ്ണൻ കാളിന്തിയിലേക്ക് ചാടി. ഒരു നീലക്കടമ്പിന്റെ മുകളിൽ നിന്നാ ചാടിയത്. നീലക്കടമ്പ് എന്ന് പറഞ്ഞാൽ ആധാര ചക്രങ്ങളില് വിശുദ്ധി ചക്രത്തിനെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഭയങ്കര അർത്ഥതലമാണ് അതിനുള്ളത്. ആ ചാടിയിട്ട് പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുക കുട്ടി. അതിന്റെ മുകളിൽ ചവിട്ടി. അഹങ്കാരം. കാളിയനെ കൊന്നിട്ടില്ല. കൃഷ്ണൻ കാളിയനെ കൊന്നിട്ടില്ല. കാരണം ഇവിടെ കൊന്നിട്ടെന്താ കാര്യം? ഒരു തത്വം നമ്മളെ മനസ്സിലാക്കാനുള്ള കൃഷ്ണ ലീലയല്ലേ ഇത്? അങ്ങനെ കൊല്ലുക. ഒരാളെ കൊന്ന പോലെ കൃഷ്ണൻ വേറെ ആളെ കൊന്നിട്ടില്ല. ഓരോ ലീലകൾ ഓരോരോ തത്വം പഠിപ്പിക്കാനാണ്. നീ ഇവിടെ നിൽക്കണ്ട, രമണക ദ്വീപിലേക്ക് പോയിക്കോ. നാഗ എനർജിയെ രമണക ദ്വീപിലേക്ക് മാറ്റി. അയ്യോ ഗരുഡൻ അവിടേക്ക് വരുമോ? പേടിക്കണ്ട, എന്റെ കാലടിപ്പാടുകൾ നിന്റെ ശിരസിൽ കാണുമ്പോൾ ഗരുഡൻ അവിടേക്ക് വരില്ല. നമ്മുടെ മനസ്സിനകത്ത്, ബുദ്ധിക്കകത്തുള്ള ഒരു മണ്ഡലമാണ് രമണക ദ്വീപ്. എല്ലാം രമണീയമായി കാണുന്ന
ദ്വീപ് നമ്മുടെ ബുദ്ധിയുടെ അകത്താണ്. നമ്മളിലെ കാളിയ എന്ന് പറഞ്ഞാൽ നാഗ എനർജി രമണക ദ്വീപിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ അവസ്ഥയുമായിട്ട് ചേരാൻ കഴിയും ഗരുഡന്. ഗരുഡ എനർജിയും ഇതും കൂടി സമാന്തരമായിട്ട് പോവില്ലെങ്കിലും ഗരുഡ എനർജിയുടെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ടാവുകയും തന്ത്രശാസ്ത്രപരമായിട്ട് വളരെ വലിയ അർത്ഥതലങ്ങൾ ഇതിൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെ വിഷ്ണുവിന്റെ വാഹനമായ വിഷ്ണുവിനെന്തിനാ വാഹനം? സങ്കല്പം കൊണ്ട് എവിടേക്കും പോവാം. വിഷ്ണുവിന് എവിടേക്കും പോവാനില്ലല്ലോ. വിഷ്ണു അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ വിഷ്ണുവിന് എങ്ങോട്ടെങ്കിലും പോകണം? പോണ്ട. പിന്നെന്താ ഗരുഡൻ എന്ന് പറഞ്ഞാൽ? ഗരുഡ എനർജി അത് നിശ്ചലാവസ്ഥയാണ്. നാഗ എനർജിയുമായിട്ട് അത് ചേരുകയില്ല. ഇന്ന് നമ്മൾ എനർജി എന്ന് വിളിക്കുന്നത് നാഗ എനർജി ആണ്. ഈ രമണക ദ്വീപ് എവിടെയാണെന്ന് മെഡിറ്റേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതൊന്നൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആ രമണക ദ്വീപിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ശിവന് 2 ആൺമക്കള് മാത്രമല്ല, അശോകസുന്ദരി എന്നൊരു പുത്രിയുമുണ്ട്. ശോകമില്ലാത്ത അവസ്ഥ, ഇതാണ് അശോകം. അശോകസുന്ദരിയും അവിടെയാണ്. ഈ 2 എനർജിയും ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലമാകുന്ന സമഭാവനയാണ് രമണക ദ്വീപ്. അങ്ങനെ ഒരു ദ്വീപ് എവിടെയെങ്കിലും ഉണ്ടെന്നല്ല, നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗമാണ്. നാഗ എനർജിയും ഗരുഡ എനർജിയെ കുറിച്ചും ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.